നമസ്കാരം, ഇടി മലയാളത്തിലേക്ക് സ്വാഗതം. ഫെഡറൽ ബാങ്ക് ഓഹരികൾ കൈവശമുള്ളവരും അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖലയിൽ താല്പര്യമുള്ളവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളിൽ ഒന്നായ ബ്ലാക്ക് സ്റ്റോണിന് ഫെഡറൽ ബാങ്കിന്റെ 10% ഓഹരികൾ വാങ്ങാൻ റിസർവ് ബാങ്ക് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഓഹരി വിപണിയിൽ ഇത് എന്ത് മാറ്റമുണ്ടാക്കും എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ വാർത്ത എന്ന് വ്യക്തമാക്കാം. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പിന്റെ ഒരു ഉപകമ്പനിയായ ഏഷ്യ ടു ടോപ്കോ വഴിയാണ് ഈ പണം ബാങ്കിലേക്ക് എത്തുന്നത്. ഏകദേശം 6200 കോടി രൂപയോളമാണ് ഇവർ ഫെഡറൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ പോകുന്നത്. 9.99% ഓഹരികളാണ് ഇവർ സ്വന്തമാക്കുക. ഇതിന് RBIയുടെ പച്ചക്കൊടി കിട്ടിക്കഴിഞ്ഞു. സാധാരണ ഒരു ബാങ്കിന്റെ ഓഹരികൾ ഇത്രയധികം ഒരു വിദേശ കമ്പനി വാങ്ങുമ്പോൾ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ അനുമതി ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് ഇത്രയും പ്രാധാന്യം വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഫെഡറൽ ബാങ്ക് ഒരു പ്രൊമോട്ടർ ഇല്ലാത്ത ബാങ്കാണ്. അതായത് ഒരു പ്രത്യേക വ്യക്തിക്കോ കുടുംബത്തിനോ ഇതിൽ വലിയ അധികാരമില്ല. ഈ സാഹചര്യത്തിലാണ് ബ്ലാക്ക് സ്റ്റോണിനെ പോലെയുള്ള ഒരു ആഗോള ഭീമൻ ബാങ്കിന്റെ വലിയൊരു ഭാഗം ഓഹരികൾ വാങ്ങുന്നത്. ഇത് ബാങ്കിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഈ പണം വരുന്നതോടെ ബാങ്കിന്റെ മൂലധന ശേഷി അഥവാ ക്യാപിറ്റൽ കൂടും. കൂടുതൽ വായ്പകൾ നൽകാനും ഡിജിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഇത് ബാങ്കിനെ സഹായിക്കും. ഇനി ബാങ്കിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കൂടി ഒന്ന് നോക്കാം. 2026 ജനുവരിയിൽ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ഫെഡറൽ ബാങ്ക് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. മൂന്നാം പാദത്തിൽ ബാങ്കിന്റെ അറ്റാദായം 9% കൂടി 1041 കോടി രൂപയായി. ബാങ്കിന്റെ മൊത്തം ബിസിനസ് 5 ലക്ഷം കോടി രൂപയും കടന്ന് മുന്നേറുകയാണ്. വായ്പകളുടെ കാര്യമെടുത്താൽ ഏകദേശം 11% വളർച്ചയാണ് കാണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്കിന്റെ കിട്ടാക്കടം അഥവാ NPA വളരെ കുറഞ്ഞു എന്നതാണ്. നെറ്റ് NPA വെറും 0.42% മാത്രമാണ്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും മികച്ച ആരോഗ്യമാണിത് കാണിക്കുന്നത്. ഓഹരി വിപണിയിലെ നിക്ഷേപകർക്ക് ഇത് എന്ത് സൂചനയാണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ബ്ലാക്ക് സ്റ്റോൺ ഓഹരി വാങ്ങുന്നത് വാരന്റുകൾ വഴിയാണ്. അതായത് ഏകദേശം 227 രൂപ നിരക്കിലാണ് ഈ ഓഹരികൾ അവർക്ക് ലഭിക്കുക. ഇപ്പോൾ വിപണിയിൽ ഫെഡറൽ ബാങ്ക് ഓഹരി വില 288 രൂപയ്ക്ക് അടുത്താണ് നിൽക്കുന്നത്. വലിയ നിക്ഷേപകർ ബാങ്കിൽ വിശ്വാസം അർപ്പിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകുമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. SBI മ്യൂച്വൽ ഫണ്ടിന് ബാങ്കിൽ 10% ഓഹരി വാങ്ങാൻ അടുത്തിടെ RBI അനുമതി നൽകിയിരുന്നു. ചുരുക്കത്തിൽ പ്രമുഖ നിക്ഷേപകരുടെ ഒരു പ്രിയപ്പെട്ട ഓഹരിയായി ഫെഡറൽ ബാങ്ക് മാറുകയാണ്. നിങ്ങൾ ഫെഡറൽ ബാങ്ക് ഓഹരികൾ വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നിലവിൽ ബാങ്കിന്റെ ബിസിനസ് മോഡലും ലാഭവും നല്ല രീതിയിൽ പോകുന്നുണ്ട്. പുതിയ MD KVS മണിയന്റെ കീഴിൽ ബാങ്ക് കൂടുതൽ കരുത്താർജിക്കുമെന്നാണ് പ്രതീക്ഷ. എങ്കിലും ഓഹരി വിപണിയിലെ കയറ്റിറക്കങ്ങൾ എപ്പോഴും ബാധകമാണ്. ബാങ്ക് ജീവനക്കാരുടെ ചില പണിമുടക്കുകളും സമരങ്ങളും ഫെബ്രുവരിയിൽ നടക്കാൻ സാധ്യതയുള്ളതിനാൽ ചെറിയ ചലനങ്ങൾ വിപണിയിൽ ഉണ്ടായേക്കാം. അതിനാൽ ഒരു നിക്ഷേപം നടത്തുന്നതിന് മുൻപ് നല്ല രീതിയിൽ പഠനം നടത്തുക. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ അധ്യായമാണ്. കേരളത്തിൽ വേരുകളുള്ള ഒരു ബാങ്ക് ആഗോളതലത്തിലുള്ള വമ്പൻ നിക്ഷേപകരെ ആകർഷിക്കുന്നു എന്നത് മലയാളി എന്ന നിലയിൽ നമുക്കും സന്തോഷിക്കാവുന്ന കാര്യമാണ്. ഈ നിക്ഷേപം ബാങ്കിനെ ഇന്ത്യയിലെ മികച്ച 5 സ്വകാര്യ ബാങ്കുകളുടെ പട്ടികയിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നാണ് മാനേജ്മെന്റ് കരുതുന്നത്. ബാങ്കിന്റെ സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്താനും കൂടുതൽ പുതിയ ഉപയോക്താക്കളെ കണ്ടെത്താനും ഈ മൂലധനം ഉപകരിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള സാമ്പത്തിക വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഞങ്ങളൊരു സെബി രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക ഉപദേഷ്ടാവല്ല. വിപണിയിലെ നിക്ഷേപങ്ങൾ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. ഏതെങ്കിലും ഓഹരികളിൽ പണം ഇടുന്നതിന് മുൻപ് ദയവായി നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം നിലയിൽ പഠനം നടത്തുക. ഈ വീഡിയോയിലെ വിവരങ്ങൾ പഠനാവശ്യത്തിനായി മാത്രമുള്ളതാണ്.